أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد അൽഹംദുലില്ലാ താരീഖിൻ്റെ എല്ലാ പാഠങ്ങളും നമ്മൾ റിവിഷൻ ചെയ്ത് കഴിഞ്ഞു. തദ്രീബാത്തും അതിൻ്റെ പുറമെയുള്ള ചോദ്യങ്ങളൊക്കെ നമ്മൾ ചോദിച്ചു. അൽഹംദുലില്ലാ പല ആളുകളും നല്ല പ്രതികരണങ്ങളാണ് അറിയിച്ചിട്ടുള്ളത്. ക്ലാസ്സൊക്കെ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇനി ഫിഖഹിലേക്ക് പ്രവേശിക്കുകയാണ്. ഫിഖഹ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുന്നത് പോലെ കർമ്മശാസ്ത്രമാണ് ചർച്ച ചെയ്യുന്നത്. നമ്മുടെ നോമ്പ്, നമ്മുടെ ഓരോ കർമ്മങ്ങൾ, നോമ്പ്, നിസ്കാരം, ഹജ്ജ്, സക്കാത്ത് തുടങ്ങിയിട്ടുള്ള അങ്ങനത്തെ വിഷയങ്ങളാണ് ഫിഖഹിൽ ചർച്ച ചെയ്യുക ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഏതായാലും പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഒന്നാമത്തെ പാഠം, പാഠം 1 അത്വഹാറത്തു, ശുദ്ധീകരണം. ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ പറയുന്നത്. നിസ്കാരം, ഹജ്ജ് അതുപോലത്തെ പ്രവർത്തനങ്ങൾക്കൊക്കെ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകൽ അനിവാര്യമാണ്. ഏതായാലും ഇൻഷാ അല്ലാഹ് പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാഠം 1 അത്വഹാറത്തു, ശുദ്ധീകരണം. ഒരാൾ വായിക്കണം. ആരെ വായിക്കുക? ഹാജർ നമ്പർ 20 വായിക്കുക. കുറച്ച് ഹാജർ നമ്പർ 20 വായിക്കുക, പിന്നെ ആൾ മാറി വായിക്കും. പാഠം 1 അത്വഹാറത്തു. ത്വഹാറത്ത് എന്നാൽ ഭാഷാർത്ഥ പ്രകാരം മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ്. ശർഈയായ അർത്ഥം അശുദ്ധി കാരണമോ നജസ് കാരണമോ വരുന്ന തടസ്സങ്ങളെ ഉയർത്തലാണ്. ശുദ്ധി 2 വിധമാണ്. 1 ചെറുതും വലുതുമായ അശുദ്ധിയെ ശുദ്ധിയാക്കൽ. 2 നജസുകളെ ശുദ്ധിയാക്കൽ. വുളു ഇല്ലാത്ത അവസ്ഥയ്ക്ക് ചെറിയ അശുദ്ധി എന്നും കുളി നിർബന്ധമായ അവസ്ഥയ്ക്ക് വലിയ അശുദ്ധി എന്നും പറയപ്പെടും. വലിയ അശുദ്ധിയുടെ കാരണങ്ങളാണ് ജനാബത്ത്, ഹൈല്, നിഫാസ്, വിലാദത്ത്, ഷഹീദല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നിവ. ജനാബത്ത് എന്നാൽ സംയോഗം കൊണ്ടോ മനിയ് പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ്. ചെറിയ അശുദ്ധി ഉള്ളവർക്ക് നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമായുടെ ഖുതുബ ഓതൽ, മുസഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നിവ ഹറാമാണ്. വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിന് വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടയേണ്ടതില്ല. വകതിരിവില്ലാത്തവരെ തടയൽ നിർബന്ധമാണ്. വലിയ അശുദ്ധി ഉള്ളവർക്ക് ഇവക്ക് പുറമെ ഖുർആൻ ഓതലും പള്ളിയിൽ താമസിക്കലും ഹൈലോ നിഫാസോ ഉള്ളവർക്ക് ഇതിനെല്ലാം പുറമെ നോമ്പും ജിമാഉം മുട്ടുപൊക്കലിന്റെ ഇടയിൽ രമിക്കലും, അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ തൊലാഖ് ചൊല്ലലും ഹറാമാണ്. ബാക്കി ഹാജർ നമ്പർ 11 വായിക്കട്ടെ. ഹൈലിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് ഇസ്തിഹാദത്ത് എന്നാണ് പറയുക. അത് കാരണം നിസ്കാരമോ നോമ്പോ ഉപേക്ഷിക്കാവതല്ല. മേൽ പറയപ്പെട്ടവ ഒന്നും ഹറാമാക്കുകയും ഇല്ല. ഖുർആൻ ഓതുക, ഹദീസ് പാരായണം ചെയ്യുക, ബാങ്ക് വിളിക്കുക, ഇഖാമത്ത് കൊടുക്കുക, ഖബർ സിയാറത്ത് ചെയ്യുക, പള്ളിയിൽ പ്രവേശിക്കുക, ഉറങ്ങാൻ ഉദ്ദേശിക്കുക, സഈ ചെയ്യുക, അറഫയിൽ നിൽക്കുക, ജംറകളിൽ എറിയുക തുടങ്ങിയവയെല്ലാം വുളൂ സുന്നത്താണ്. വലിയ അശുദ്ധിയുള്ളവർ കുളിക്കും മുമ്പ് ഭക്ഷണം കഴിക്കാനോ കുടിക്കാനോ ഉറങ്ങാനോ ഉദ്ദേശിച്ചാൽ വുളൂ സുന്നത്താണ്. കുളി സുന്നത്തുള്ള ധാരാളം കാര്യങ്ങളുണ്ട്. ജുമുഅ, പെരുന്നാൾ, ഗ്രഹണം, ഇസ്തിസ്ഖാ എന്നീ നിസ്കാരങ്ങൾക്കും മയ്യിത്ത് കുളിപ്പിച്ചവർക്കും മുസ്ലിമാവുക, ഭ്രാന്ത്, ബോധക്ഷയം എന്നിവ സുഖപ്പെടുക, മക്കയിലും മദീനയിലും പ്രവേശിക്കുക, ഹജ്ജിന്റെ അമലുകൾ ചെയ്യുക എന്നിവക്കും റമദാനിലെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. ഇസ്തിഹാദത്ത് ഉള്ളവൾ നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകിക്കളഞ്ഞു പഞ്ഞി പോലെയുള്ളവ നിറച്ചു കെട്ടി വുളൂ ചെയ്ത് ഉടനെ നിസ്കരിക്കണം. അബൂ ഹുബൈഷിന്റെ മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു,
يا رسول الله إني امرأة أستحاض فلا أطهر أفدع الصلاة فقال لا إنما ذلك عرق وليس بحيض فإذا أقبلت حيضتك فدع الصلاة وإذا أدبرت فاغسلي عنك الدم ثم صلي. മാഷാ അല്ലാഹ്. രണ്ടുപേരും ഉഷാറായി വായിച്ചിട്ടുണ്ട്. ഈ പാഠത്തില് സംശയമുള്ള ഭാഗങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? വേറെ കഴിഞ്ഞ പാഠങ്ങളിൽ ആർക്കെങ്കിലും സംശയങ്ങളോ വല്ലതും ഉണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. തിരിയാത്ത ഭാഗങ്ങളോ സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. എല്ലാവർക്കും തിരിഞ്ഞിട്ടുണ്ടല്ലോ അല്ലേ? തദ്രീബാത്തിലേക്ക് പ്രവേശിക്കല്ലേ? ഇമോജി ഇട്ടാ മതി. ഓക്കെ ഓക്കെ ഓക്കെ. ചോദ്യം 1. അശുദ്ധിയുടെ ഇനങ്ങൾ ഏതെല്ലാം? ഏതെല്ലാമാണ് അശുദ്ധിയുടെ ഇനങ്ങൾ? ആദ്യം നമ്പർ 28. അശുദ്ധിയുടെ ഇനങ്ങളല്ലേ പറഞ്ഞേ? അതെ അതെ, അശുദ്ധിയുടെ ഇനങ്ങൾ. ചെറുതും വലുതുമായ അശുദ്ധികൾ. 1 ചെറിയ അശുദ്ധി, 2 വലിയ അശുദ്ധി. ഇങ്ങനെ 2 ഇനങ്ങളാണ്. അടുത്ത ചോദ്യം, ത്വഹാറത്തിന്റെ ഭാഷാ അർത്ഥം എന്താണ്? എന്നാല് ഹാജർ നമ്പർ 23 പറയും. മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കുക. എന്ത്? മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കുക. അതെ, മ്ലേച്ഛ വസ്തുക്കളെ തൊട്ട് വൃത്തിയാക്കലാണ് ശർഈയായ ഭാഷാർത്ഥം. ശർഈ അല്ല, ഭാഷാർത്ഥം. അടുത്ത ചോദ്യം, ത്വഹാറത്തിന്റെ ശർഈയായ മാന എന്താണ്? ശർഈയായ അർത്ഥം എന്താണ്? ഹാജർ നമ്പർ 25. ഹാജർ നമ്പർ 5 പറയട്ടെ. സംയോഗം കൊണ്ടോ മനിയെ പുറപ്പെടൽ കൊണ്ടോ ഉണ്ടാകുന്ന അശുദ്ധിയാണ്. അടുത്ത ചോദ്യം, വുളു ഇല്ലാതെ മുസ്ഹഫ് ചുമക്കാം ആർക്ക്? വുളു ഇല്ലാതെ മുസ്ഹഫ് ചുമക്കാം ആർക്ക്? ഹാജർ നമ്പർ 49. വകതിരിവുള്ള കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി. വകതിരിവുള്ള കുട്ടികൾക്ക് പഠനാവശ്യത്തിന് വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടയപ്പെടേണ്ടതില്ല. അതെ അതെ അതെ. അടുത്ത ചോദ്യം, ഹൈള് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഹൈള് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങൾ ഏതെല്ലാം? ഹാജർ നമ്പർ 42. ചെറിയ അശുദ്ധിയുള്ളവർക്ക് നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമയുടെ ഖുതുബ ഓതൽ, മുസ്ഹഫ് പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെടുകയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നിവ ഹറാമാണ്. നമ്മുടെ ചോദ്യം എന്താണ്? ഹൈള് കൊണ്ട് ഹറാമാകുന്ന കാര്യങ്ങളാണ് ചോദിച്ചത്. പറഞ്ഞ ഉത്തരം ശരിയാണോ? അല്ല. അല്ല. ഹാജർ നമ്പർ 23 പറയേ. നോമ്പും മുട്ടുപൊക്കിളിന്റെ ഇടയിൽ രമിക്കലും അവൾ സംയോഗം ചെയ്യപ്പെട്ടവളാണെങ്കിൽ അവളെ ത്വലാഖ് ചെയ്യലും ഹറാമാണ്. ശരിയാണോ? വോയിസ് ഓൺ ചെയ്യണ്ട, ലൈക്ക് അടിച്ചാൽ മതി ശരിയാണെങ്കിൽ. എല്ലാരും പുസ്തകത്തിൽ നോക്കണില്ലേ? പുസ്തകം ശ്രദ്ധിക്കണം, ഉത്തരം പറയണത് ശരിയാണോ എന്നൊക്കെ ശ്രദ്ധിക്കണം. അടുത്ത ചോദ്യം, ഇസ്തിഹാലത്ത് ഉള്ളവൾ വുളൂഇന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? ഇസ്തിഹാലത്ത് ഉള്ളവൾ വുളൂഇന് മുമ്പ് എന്തെല്ലാം ചെയ്യണം? ഹാജർ നമ്പർ 35. ഹാജർ നമ്പർ 30 വോയിസ് ഓഫ് ചെയ്യാം.
ഹാജർ നമ്പർ 30, 34 രണ്ടുപേരും വോയിസ് ഓഫ് ചെയ്യാം. ആര് പറയും? എന്നാ ഹാജർ നമ്പർ 23 പറയും. ഇസ്തിഹാലത്തുള്ളവർ നിസ്കാര സമയം കടന്ന ശേഷം രക്തം കഴുകി കളഞ്ഞു പഞ്ഞി പോലെയുള്ളവ നിറച്ചു കെട്ടി വുളൂ ചെയ്ത് ഉടനെ നിസ്കരിക്കണം. ശരിയാണോ? ശരി. അടുത്ത ചോദ്യം, കുളി സുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം? കുളി സുന്നത്തായ കാര്യങ്ങൾ ഏതെല്ലാം? ഹാജർ നമ്പർ 11 പറയട്ടെ. ജുമുഅ, പെരുന്നാൾ, ഗ്രഹണം, ഇസ്തിസ്ക എന്നീ നിസ്കാരങ്ങൾക്കും മയ്യിത്ത് കുളിപ്പിച്ചവർക്കും മുസ്ലിം ആവുക, ഭ്രാന്ത്, ബോധക്ഷയം എന്നിവ സുഖപ്പെടുക, മക്കയിലും മദീനയിലും പ്രവേശിക്കുക, ഹജ്ജിന്റെ അമലുകൾ ചെയ്യുക എന്നിവക്കും റമളാനിന്റെ എല്ലാ രാത്രികളിലും കുളിക്കൽ സുന്നത്താണ്. അടുത്ത ചോദ്യം വ്യക്തമാക്കാം. ത്വഹാറത്തിന്റെ ശറഈയായ മാന അത് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. ചോദ്യം 2, വലിയ അശുദ്ധിയുടെ കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നത് വ്യക്തമാക്കുകയാണ് വേണ്ടത്. ഹാജർ നമ്പർ 20. ജനാബത്ത്, ഹൈള്, നിഫാസ്, വിലാദത്ത്, ഷഹീദല്ലാത്ത മുസ്ലിമിന്റെ മരണം എന്നിവ. ശരിയാണോ? വിലാദത്ത് എന്ന് പറഞ്ഞാല് മനസ്സിലാവാത്തവരുണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്തുക, ലൈക്ക് അടിക്കുക. വിലാദത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാവാത്തവർ. വിലാദത്ത് എന്ന് പറഞ്ഞാല് പ്രസവം, ജന്മം, പ്രസവം. അതിനേക്കാണ് വിലാദത്ത് എന്ന് പറയുക. ഇപ്പൊ മനസ്സിലായില്ലേ? ഓക്കെ. അടുത്ത ചോദ്യം, ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമായവ എന്തൊക്കെ കാര്യങ്ങളാണ് ചെറിയ അശുദ്ധി കൊണ്ട് ഹറാമാവുക? ഹാജർ നമ്പർ 30 പറയട്ടെ. ചെറിയ അശുദ്ധിയുള്ളവർക്ക് നിസ്കാരം, സുജൂദ്, കഅബ തവാഫ് ചെയ്യൽ, ജുമയുടെ ഖുതുബ ഓതൽ, മുസ്ഹഫോ പഠിക്കാൻ വേണ്ടി ഖുർആൻ എഴുതപ്പെട്ടവയോ തൊടുകയോ ചുമക്കുകയോ ചെയ്യൽ എന്നിവ ഹറാമാണ്. വകതിരിവുള്ള കുട്ടികൾ പഠനാവശ്യത്തിനു വേണ്ടി അവ തൊടുന്നതോ ചുമക്കുന്നതോ തടയേണ്ടതില്ല. വകതിരിവില്ലാത്തവരെ തടയൽ നിർബന്ധമാണ്. എല്ലാം കൂടി ഉത്തരത്തിൽ വേണ്ട, ഹറാമാണ് അത്ര മതി. ഏതായാലും ഉത്തരം പറഞ്ഞ് ഉഷാറായിട്ടുണ്ട്, മാഷാ അല്ലാഹ്. അടുത്ത ചോദ്യം, ഇസ്തിഹാലത്ത് പറഞ്ഞാൽ എന്താണ് എന്നാണ് വ്യക്തമാക്കേണ്ടത്. ഹാജർ നമ്പർ 36 പറയട്ടെ. 34. ഹാജർ നമ്പർ 34 പറയട്ടെ. ഇന്ന് പറയോ? 4-ാം പേജിന്റെ മേലെ കാണാം, ഡിസംബർ 4 മുകളിൽ കാണാം. ഹൈദിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് ഇസ്തിഹാലത്ത് എന്നാണ് പറയുക. ഉഷാറായി വായിക്കണ്ടേ? മതി. ഹൈദിന്റെയോ നിഫാസിന്റെയോ സമയങ്ങളിൽ അല്ലാതെ രോഗം കാരണമായി സ്ത്രീകളിൽ നിന്ന് പുറപ്പെടുന്ന രക്തത്തിന് ഇസ്തിഹാലത്ത് എന്ന് പറയുന്നു. അടുത്ത ചോദ്യം, അബൂ ഹുബൈഷിന്റെ മകളുടെ ചോദ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടിയും എന്തായിരുന്നു? ഇതുവരെ ചോദിക്കാത്ത ആരുള്ളത്? ഹാജർ നമ്പർ 40. അബൂ ഹുബൈഷിന്റെ മകളുടെ ചോദ്യവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മറുപടിയും എന്താണ്?
ഹാജർ നമ്പർ 40. യാ റസൂലല്ലാ എന്ന് ഇമ്രഅത്തു ഉസ്തഹാലു ഫല അസ്ഹുറു അഫഅദഉ സലാത്ത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി ലാ ഇന്നമാ സലിക്കി ഇർഫ്കുൻ വലൈസ ബിഹൈലിൻ ഫഇദാ അഖ്ബലത് ഹൈലുതുക്കി ഫദഇ സലാത്ത വഇദാ അദ്ബറത് ഫഇസിലി. ശരി, മറുപടി പറഞ്ഞു. അടുത്ത ചോദ്യം, സുന്നത്തായ 10 കാര്യങ്ങൾ ഭംഗിയായി എഴുതാം. സുന്നത്തായ 10 കാര്യങ്ങൾ എഴുതാനാണ്. എല്ലാവരും നോട്ടിൽ എഴുതാം. ഇനി ഇതിന് പുറമെ കുറച്ച് ചോദ്യങ്ങൾ തയ്യാർ ചെയ്യണം ഇൻഷാ അല്ലാഹ്. എന്നിട്ട് ഗ്രൂപ്പിൽ വിടും. അതിന്റെ ഉത്തരങ്ങൾ എഴുതിയിട്ട് എന്റെ PM അറിയിക്കണം ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത പാഠത്തിലേക്ക് പ്രവേശിക്കുകയാണ്. പാഠം 2, തയമ്മും. നമ്മൾ പറഞ്ഞു അശുദ്ധി വന്നാൽ ശുദ്ധീകരിക്കണം. ശുദ്ധീകരണത്തിന്റെ മാർഗങ്ങളാണ് വുളുവും കുളിയും. അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. ഇനി ശുദ്ധീകരണത്തിനുള്ള വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നാം തയമ്മും ചെയ്തുകൊണ്ടാണ് അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാകേണ്ടത്. അപ്പോ തയമ്മുമിനെ കുറിച്ചാണ് ഈ പാഠത്തിൽ പ്രതിപാദിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഒരാൾ വായിക്കണം. ആര് വായിക്കും? ഇതുവരെ വായിക്കാത്ത ഒരാൾ വായിക്കുക. 28 വായിച്ചിട്ടില്ല. മൈക്കോൺ ചെയ്യാൻ പാടില്ല. കൈ ഉയർത്തുക, മൈക്കോൺ ചെയ്യരുത്. താല്പര്യമുള്ള ആളുകൾ കൈ ഉയർത്തുക. 28 വായിക്കുക. കുറച്ച് 28 വായിക്കുക, ബാക്കി വേറെ ആളെ വായിക്കുക. പാഠം 2, അത്തയമ്മുമു. ചില നിബന്ധനകളോട് കൂടി മുഖത്തേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. വെള്ളം ലഭിക്കാതിരിക്കുകയോ ഉപയോഗിക്കാൻ കഴിയാതിരിക്കുകയോ ചെയ്താൽ വുളൂഇനും കുളിക്കും പകരം തയമ്മും ചെയ്യൽ വാജിബാണ്. ശുദ്ധിയുള്ള തരിച്ച പൊടിമണ്ണ് കൊണ്ട് ആയിരിക്കുക. തയമ്മുമിന് മുമ്പ് ശരീരത്തുള്ള നജസുകൾ നീക്കുക. വെള്ളം ഉപയോഗിക്കാൻ കഴിയാതിരിക്കുക. സമയം കടന്ന ശേഷം തയമ്മും ചെയ്യുക എന്നിവ തയമ്മുമിന്റെ ഷർത്തുക്കളാണ്. തയമ്മും ഫർളുകൾ 6 ആകുന്നു. 1. നിയ്യത്ത്. നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ. തയമ്മുമിന്റെ ഫർളുകൾ 6 ആകുന്നു. ബാക്കി വായിക്കും. തയമ്മുമിന്റെ ഫർളുകൾ 6 ആകുന്നു. 1. നിയ്യത്ത്. നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്നു കരുതണം. ഫർള് നിസ്കാരത്തെ ഹലാലാക്കാൻ വേണ്ടി എന്ന് കരുതിയാൽ ഫർള് നിസ്കാരം 1 മാത്രവും ജനാസ നിസ്കാരം, സുന്നത്ത് നിസ്കാരങ്ങൾ എന്നിവ എത്രയും നിസ്കരിക്കാം. 2. മണ്ണ് അടിച്ചെടുക്കുക. 3. മുഖം തടവൽ. 4. 2 കൈ മുട്ട് ഉൾപ്പെടെ തടവൽ. 5. തർത്തീബ്. 6. 2 അടികൊണ്ടായിരിക്കൽ. നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ സുന്നത്ത് നിസ്കാരത്തെ ഹലാലാക്കാൻ എന്നോ കരുതിയാൽ ഫർള് നിസ്കാരം നിസ്കരിക്കാവതല്ല. അശുദ്ധിയെ ഉയർത്തുന്നു എന്നോ തയമ്മും എന്ന ഫർളിനെ വീട്ടുന്നു എന്നോ നിയ്യത്ത് ചെയ്താൽ മതിയാവുകയില്ല. അവിടെ കട്ടെ. മാഷാ അല്ലാഹ്, ഉഷാറായിട്ടുണ്ട്. അടുത്തത് ഹാജർ നമ്പർ 5 വായിക്കട്ടെ. ഹാജർ നമ്പർ 5 ബാക്കി വായിക്കും. രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല. മുറിവിന്റെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ്. നീക്കാൻ കഴിയാത്തതാണെങ്കിൽ അതിന്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും
തയമ്മം ചെയ്യുകയും വേണം. വുളുഓടുകൂടിയാണ് മറച്ചതെങ്കിൽ നിസ്കാരം മടക്കേണ്ടതില്ല. 2 അവയവത്തിന് മുറിവുണ്ടായാൽ 2 തയമ്മം വേണം. സഹീഹ് ആയ സ്ഥലം കഴുകലും മുറിവിന് വേണ്ടി തയമ്മം ചെയ്യലും കഴിഞ്ഞ ശേഷമേ അതിന് ശേഷമുള്ള അവയവം കഴുകാൻ പാടുള്ളൂ. കൈ രണ്ടും ഒരു അവയവമായാണ് പരിഗണിക്കുക. 2 കാലും അപ്രകാരം തന്നെയാണ്. വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തതാവൽ, വെള്ളമില്ലാത്തതിന് വേണ്ടി തയമ്മം ചെയ്തവന് വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ടും തയമ്മം ബാത്തിലാകും. വുളൂഇന്റെ സുന്നത്തുകളിൽ നിന്ന് തയമ്മുമിൽ വരാവുന്ന എല്ലാ കാര്യങ്ങളും തയമ്മുമിനും സുന്നത്തായ 3 തവണ തടവൽ സുന്നത്തില്ല. 1-ാമത്തെ അടിയിൽ മോതിരം ഊരുക, 2 അടിയിലും വിരലുകൾ അകറ്റുക, തടവൽ പൂർത്തിയാക്കുന്നതിന് മുമ്പ് കൈ ഉയർത്താതിരിക്കുക മുതലായവയും സുന്നത്താണ്. 2-ാമത്തെ അടിയിൽ മോതിരം ഊരലും നിർബന്ധമാകുന്നു. കഴിഞ്ഞല്ലോ അല്ലേ? എല്ലാവർക്കും ക്ലിയർ ആയോ? സംശയങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ ലൈക്ക് അടിക്ക്. നാൽപ്പത്തിരണ്ട് സംശയം ഉണ്ടോ? അപ്പൊ തദ്ബീറാത്തിലേക്ക് പ്രവേശിക്കല്ല, ഇനി വിശദീകരിക്കണോ? വേണ്ട ആയിക്കോട്ടെ. തദ്രീബാത്ത്. ഉത്തരം പറയാം. തയമ്മും എന്നാൽ എന്ത്? തയമ്മും എന്നാൽ എന്ത്? ഹാജർ നമ്പർ 17 പറയട്ടെ. ചില നിബന്ധനകളോട് കൂടി മുഖത്തിലേക്കും 2 കൈകളിലേക്കും മണ്ണ് ചേർക്കലാണ് തയമ്മും. ശരിയാണോ? എല്ലാവരും പുസ്തകത്തിൽ നോക്കണം. ഒരാളോട് ചോദിക്കുന്നു എന്നുള്ളൂ. ചോദ്യം നിങ്ങളോട് എല്ലാവരോടും കൂടിയുള്ള ചോദ്യമാണ്. ശരിയാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഇൻഷാ അല്ലാഹ്. അടുത്ത ചോദ്യം. തയമ്മുമിന്റെ ഫർളുകൾ ഏതെല്ലാം? തയമ്മുമിന്റെ ഫർളുകൾ ഏതെല്ലാം? എത്ര ഫർള് ഉണ്ടെന്നും പറയണം, ഏതൊക്കെയാണെന്നും പറയാം. ഹാജർ നമ്പർ 49. ഫർള് 6 നിയത്ത്, മണ്ണടിച്ചെടുക്കൽ, മുഖം തടവൽ, 2 കൈ മുട്ട് ഉൾപ്പെടെ തടവൽ, തർത്തീബ്, 2 അടി കൊണ്ടായിരിക്കൽ. അയ്യോ, ഉഷാറായി. അടുത്ത ചോദ്യം. തയമ്മുമിന്റെ ഷർത്തുകൾ ഏതെല്ലാം? തയമ്മുമിന്റെ ഷർത്തുകൾ ഏതെല്ലാം? ഹാജർ നമ്പർ 20. ശുദ്ധിയുള്ള തനിച്ച പൊടിമണ്ണായിരിക്കുക. തയമ്മുമിന് മുമ്പ് ശരീരത്തിലുള്ള നജസ് നീക്കുക. വെള്ളം ഉപയോഗിക്കാൻ കഴിവില്ലാതിരിക്കുക. സമയം കടന്ന ശേഷം തയമ്മും ചെയ്യുക എന്നിവ തയമ്മുമിന്റെ ഷർത്തുകളാകുന്നു. അടുത്ത ചോദ്യം. മുറിവിന്റെ മേൽ മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? മുറിവിന്റെ മേൽ മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഹാജർ നമ്പർ 21. ഹാജർ നമ്പർ 21 പറയട്ടെ. മുറിയുടെ മുകളിൽ മറയുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നീക്കൽ നിർബന്ധമാണ്. എന്ത്? മുറിയുടെ മേൽ മറയുണ്ടെങ്കിൽ അത് നീക്കൽ നിർബന്ധമാണ്. ശരിയാണോ? ആണോ? അടുത്ത ചോദ്യം.
രണ്ട് കൈയിലും മുറിവുണ്ടായാൽ എത്ര തയമ്മും ചെയ്യണം? രണ്ട് കൈയിലും മുറിവുണ്ടായാൽ എത്ര തയമ്മും ചെയ്യണം? ഹാജർ നമ്പർ 11. രണ്ട് അവയവത്തിൽ മുറിവുണ്ടായാൽ 2 തയമ്മും വേണം. ശരിയാണോ? അടുത്ത ചോദ്യം വ്യക്തമാക്കാം. തയമ്മുമിന്റെ നിയ്യത്ത്. എന്താണ് തയമ്മുമിന്റെ നിയ്യത്ത്? ഹാജർ നമ്പർ 46 പറയും. നിസ്കാരം അല്ലെങ്കിൽ അതുപോലെയുള്ളവ ഹലാലാക്കാൻ വേണ്ടി ഞാൻ തയമ്മും ചെയ്യുന്നു എന്ന് കരുതണം. ശരിയല്ലേ? അടുത്ത ചോദ്യം മുറിവിന്റെ മേൽ നീക്കാൻ കഴിയാത്ത മറയുണ്ടെങ്കിൽ ചെയ്യേണ്ടവ എന്താണ്? ഹാജർ നമ്പർ 35 പറയട്ടെ. ഹാജർ നമ്പർ 35. അതിന്റെ മീതെ വെള്ളം കൊണ്ട് തടവുകയും തയമ്മും ചെയ്യുകയും വേണം. ശരിയാണോ? അടുത്ത ചോദ്യം ഒരു തയമ്മും കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം? ഒരു തയമ്മും കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം? ഹാജർ നമ്പർ 34. ഒരു തയമ്മും കൊണ്ട് എന്തെല്ലാം നിസ്കരിക്കാം? ഒരു ഫർള്. അത് മാത്രമേ ഉള്ളൂ? ശരിയാണോ? ബാക്കിയുള്ളത് പറയും. ശരിയാണോ? ഒരു ഫർളും സുന്നത്തും. എത്ര സുന്നത്ത്? ഹാജർ നമ്പർ 11 പറയും. എന്തൊക്കെയാണ് നിസ്കരിക്കാൻ പറ്റും? 34 മൈക്ക് ഓഫ് ചെയ്യാം. എന്നാ ഹാജർ നമ്പർ 16 പറയും. ഒരു ഫർളും സുന്നത്ത് എത്രയും നിസ്കരിക്കാം. ശരിയല്ലേ? ഒരു ഫർളും എന്ത്? അന്ന് 35 പറയും. ജനാസ നിസ്കാരം, സുന്നത്ത് നിസ്കാരം എന്നിവ എത്ര നിസ്കരിക്കാം എന്നല്ലേ? ശരിയല്ലേ? ഇപ്പോഴാണ് ശരിയായത്. അടുത്ത ചോദ്യം തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ. തയമ്മുമ് ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹാജർ നമ്പർ 50. ഹാജർ നമ്പർ 50. ക്വസ്റ്റ്യൻ എന്നിട്ട് പറയോ? എന്താ ഇടയ്ക്ക് ഉറങ്ങിയോ? ക്വസ്റ്റ്യൻ കേട്ടില്ലേ? വിളിച്ചായിരുന്നു. തയമ്മും ബാത്തിലാകുന്ന കാര്യങ്ങൾ. തയമ്മുമ് ബാത്തിലാകുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? മനസ്സിലായോ? മുറിയുന്ന കാര്യങ്ങൾ കൊണ്ട് മുർത്തദാവൽ വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമ്മും ചെയ്തവന് വെള്ളം ലഭിക്കൽ എന്നിവ കൊണ്ട്. 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ഉളൂ മുറിയുന്ന കാര്യങ്ങളെ കൊണ്ട് എന്ത് ചെയ്യും? തയമ്മും ബാത്തിലാകും. അതുപോലെ മുർത്തദാവൽ കൊണ്ട്
എന്ത് ചെയ്യും? തയമ്മും ബാത്തിലാകും. മൂന്നാമത്തത് വെള്ളം ഇല്ലാത്തതിന് വേണ്ടി തയമ്മും ചെയ്തവന് വെള്ളം ലഭിക്കൽ കൊണ്ട് എന്ത് ചെയ്യും? തയമ്മും ബാത്തിലാകുന്നതാണ്. ക്ലിയർ അല്ലേ? അടുത്ത ചോദ്യം, തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ. തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ മടക്കേണ്ടതില്ലാത്ത നിസ്കാരങ്ങൾ. ഹാജർ നമ്പർ 30. രോഗത്തിന് വേണ്ടിയോ മുറിവിന് വേണ്ടിയോ ഹലാലായ യാത്രക്കാരന് വെള്ളം ലഭിക്കാത്തതിന് വേണ്ടിയോ തയമ്മും ചെയ്ത് നിസ്കരിച്ചാൽ ആ നിസ്കാരം മടക്കേണ്ടതില്ല. ശരിയാണോ? ശരിയാണോ? രണ്ടാൾക്കാർ ശ്രദ്ധിച്ചിട്ടുള്ളൂ ഉത്തരം പറയണത്. 3 4. ഓക്കെ, അടുത്ത ചോദ്യം ചെയ്ത് കാണിക്കാനാണ്. ചോദ്യം 4. ഒരു ഹദീസ് നമുക്ക് പഠിക്കാം. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം ജുഇലത്ത് ലനൽ അർളു കുല്ലുഹാ മസ്ജിദൻ വജുഇലത്ത് തുർബത്തുഹാ ലനാ തുഹൂറൻ ഇദാ ലം നജിദിൽ മാആ. ഈ ഹദീസ് കാണാതെ പഠിക്കണം ഇൻഷാ അല്ലാഹ്. നാളെ ഞാൻ എനിക്ക് പറഞ്ഞു തരേണ്ടി വരും. വജുഇലത്ത് ലനൽ അർളു കുല്ലഹ, അതിന്റെ അർത്ഥം പറയാണ്. ജുഇലത്ത് ലനൽ അർളു കുല്ലഹ, ഭൂമിയെ മുഴുവനും നമുക്കാക്കപ്പെട്ടിട്ടുണ്ട്. ആ ഹദീസ് എത്രാമത്തെ പാഠത്തില? ഇത് പാഠത്തിൽ വന്നിട്ടില്ല എന്നാണ് തോന്നുന്നത്. പാഠത്ത് വന്നിട്ടുണ്ടോ? ഞാൻ എന്റെ ശ്രദ്ധപ്പെട്ടിട്ടില്ല. ഇല്ല. 5ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലുണ്ട്. 5ാം ക്ലാസ്സിന്റെ പുസ്തകത്തിലുണ്ട്. ഈ പഠിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ള ഹദീസും കൂടിയാണ്. എക്സാമിന് വരാൻ സാധ്യത ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഹദീസ് എല്ലാവരും പഠിക്കാൻ ഇൻഷാ അല്ലാഹ്. ഇനി മതിയല്ലേ? അടുത്ത പാഠം എടുക്കണോ? സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട്. വേണ്ടല്ലേ? ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ്. സ്വലാത്തുൽ കൂടെ എല്ലാവരും നിസ്കരിച്ചില്ലേ?